ഗലീലിയോ തൻ്റെ ടെലിസ്കോപ്പ് ആകാശത്തേക്ക് തിരിച്ച് പ്രപഞ്ച വിസ്മയങ്ങൾ സാധാരണക്കാർക്ക് കാണിച്ചു കൊടുത്തതിൻ്റെ 400-ാം വർഷമാണ് ഇത്. അന്ന് തുടങ്ങിയ ബഹിരാകാശ പര്യവേഷണം സാങ്കേതികവിദ്യയുടെ കാര്യത്തിൽ വളരെയേറെ പുരോഗമിച്ച് ഇന്ന് ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കുന്നതുൾപ്പെടെ ഇന്ത്യയുടെ ചാന്ദ്രയാൻ ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങളിൽ എത്തി നിൽക്കുകയാണ്. ഇപ്രകാരം ഒരു ഭാഗത്ത് സാങ്കേതികവിദ്യ പുരോഗമിക്കുമ്പോഴും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇന്നും ജ്യോതിഷത്തിലും മറ്റ് അന്ധവിശ്വാസങ്ങളിലും മുഴുകി കഴിയുന്നു എന്നത് ഒരു വിരോധാഭാസമാണ്. ഗലീലിയോ കാണിച്ചതുപോലെ അറിവ് ആർജിക്കേണ്ടത് ഗ്രന്ഥങ്ങളിൽ നിന്നല്ല, പഴമകളിൽ നിന്നല്ല, പ്രകൃതിയുടെ നിരീക്ഷണത്തിലൂടെയാണ് എന്നും അത് അന്വേഷിച്ച് ബോധ്യപ്പെട്ട് ആണ് മനുഷ്യൻ പുരോഗമിക്കുന്നത് എന്നും തിരിച്ചറിയുമ്പോഴാണ് ശാസ്ത്രബോധം നമ്മളിൽ വികസിക്കുക. ഇത് നമ്മളിലൂടെ ദിവസവും കടന്നു പോകുന്ന പരസ്യങ്ങളിലൊന്ന്. മനുഷ്യൻ്റെ അറിവും അന്വേഷണങ്ങളും ചന്ദ്രനും ചൊവ്വയും കടന്നു പോകുമ്പോഴാണ് ഈ കാഴ്ച. ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങൾ ആഘോഷിക്കുമ്പോഴുള്ള ഇത്തരം കാഴ്ചകളുടെ പുറകിലേക്ക് പോയി നമ്മുടെ ഭാവി പ്രവചിക്കുകയും നിർണയിക്കുകയും ചെയ്യുക എന്ന ദൗത്യം നക്ഷത്രങ്ങൾ ഏറ്റെടുക്കുന്നത് എപ്പോഴാണ്? ഈ ആകാശഗോളങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. എന്താണ് നാളും നക്ഷത്രവും? ചന്ദ്രൻ ഭൂമിയെ വലം വയ്ക്കുമെന്ന് എന്നറിയാമല്ലോ. ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രൻ്റെ പ്രദക്ഷിണ പാതയിൽ നിന്നാണ് നാൾ എന്ന ആശയം വരുന്നത്. ഒരു ദിവസം സന്ധ്യയ്ക്ക് ചന്ദ്രനെ കാണുന്ന സ്ഥാനത്തായിരിക്കില്ല അടുത്ത ദിവസം ചന്ദ്രൻ നിൽക്കുക. 13.3 ഡിഗ്രി കിഴക്കുമാറിയായിരിക്കും ചന്ദ്രൻ നിൽക്കുന്നത്. ഇതോടൊപ്പം ചന്ദ്രൻ്റെ പശ്ചാത്തലത്തിൽ കണ്ട നക്ഷത്രങ്ങളും സ്ഥലം മാറിയിരിക്കും. ഇങ്ങനെ ചന്ദ്രൻ്റെ സ്ഥാനം മാറി മാറി 27.3 ദിവസം കൊണ്ട് ചന്ദ്രൻ ആദ്യം നിന്നിരുന്ന സ്ഥാനത്തെത്തും. അതായത് 27.3 ദിവസങ്ങൾ കൊണ്ട് ചന്ദ്രൻ ഭൂമിയെ ഒരു പ്രാവശ്യം ചുറ്റി വരുന്നെന്ന് അർത്ഥം. ഇക്കാര്യം മനസ്സിലാക്കിയ പ്രാചീന ജ്യോതിഷികളാണ് ചാന്ദ്രപഥത്തെ 27ആയി വിഭജിച്ച് ഓരോ നാളുകളായി ഗണിച്ചത്. 13.3 ഡിഗ്രി ദൈർഘ്യം വരുന്ന 27 സമഭാഗങ്ങളാണ് 27 നാളുകൾ എന്ന് ചുരുക്കം. എന്നാൽ ചാന്ദ്രപഥം വൃത്താകൃതിയിലല്ല, ദീർഘവൃത്താകൃതിയിലാണെന്നത് പല നാളുകളുടെയും ദൈർഘ്യം കൂടിയും കുറഞ്ഞുമിരിക്കാൻ കാരണമാവുന്നു. നാളുകൾക്ക് പേര് നൽകുന്നതിലേക്ക് വരാം. ചാന്ദ്രപാതയിൽ 13.3 ഡിഗ്രി വരുന്ന ആകാശഭാഗമാണല്ലോ നാൾ. അശ്വതി നാളിൽ 3 നക്ഷത്രങ്ങളുണ്ട്. അവയെ സാങ്കല്പികമായി യോജിച്ചപ്പോൾ പ്രാചീനർക്ക് കാണാനായത് ഏതാണ്ട് ത്രികോണാകൃതിയിലുള്ള കുതിരത്തലയാണ്, അശ്വം. അതിനാൽ ആ നാളിന് അശ്വനി അഥവാ അശ്വതി എന്ന് വിളിച്ചു. അടുത്ത നാൾ ഭരണി. ഭരണി അടുപ്പിൻ കല്ല് പോലെ എന്ന് കേട്ടിട്ടില്ലേ? അടുപ്പിൻ കല്ല് പോലുള്ള 3 നക്ഷത്രങ്ങൾ. ഇനി ജന്മനാളിലേക്ക് വരാം. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ചന്ദ്രൻ ഏത് നാളിലാണോ അഥവാ ഏത് ആകാശഭാഗത്താണോ അതാണ് ആ കുഞ്ഞിൻ്റെ നാൾ അഥവാ നക്ഷത്രം. ആഴ്ചകളും മാസങ്ങളും എന്ന ആശയം വരുന്നതിന് മുമ്പ് കാലഗണനയ്ക്ക് ഉപയോഗിച്ചിരുന്നത് നക്ഷത്രങ്ങളെയായിരുന്നു. പക്ഷെ ചെറിയ കാലയളവുകളെ കുറിക്കാനേ ഈ രീതി ഉപയോഗിച്ചിരുന്നുള്ളൂ. നാളും നക്ഷത്രവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് ഞാറ്റുവേല. ഞാറ്റുവേലയെ അടിസ്ഥാനമാക്കിയായിരുന്നു പണ്ട് കാലത്തെ കൃഷി. നെൽകൃഷി ചെയ്യുന്നവർ ഭരണി ഞാറ്റുവേലയുടെ അവസാനം അല്ലെങ്കിൽ കാർത്തികയിൽ വിത്ത് പാകി ഞാറ് മുളപ്പിക്കും. മകീരത്തിൽ ഞാറ് പാകുന്നു. തിരുവാതിര തിരിമുറിയാതെ തരുന്ന മഴയിൽ കൃഷി ഉഷാറാവും. നക്ഷത്രങ്ങൾക്ക് പേരിട്ടതിലും ഞാറ്റുവേലയുമായി ബന്ധമുണ്ട്. പ്രാചീന വൈദിക സംസ്കാരം വികസിച്ച ഗംഗാതരത്തിൽ നല്ല മഴ കിട്ടുന്നത് തിരുവാതിര ഞാറ്റുവേലയിലാണ്. അതിനാൽ അവരതിന് ആർദ്ര എന്ന് പേരിട്ടു. മലയാളിക്ക് ആർദ്ര ആതിരയും തിരുവാതിരയും ആയി. കേരളത്തിൽ രോഹിണിയിൽ കൃഷി തുടങ്ങുന്നതിനാൽ മകമാവുമ്പോഴേക്കും വിളവെടുപ്പ് ആരംഭിക്കും. മകം
പൂരം ഞാറ്റുവേലകളാണ് നമ്മുടെ കൊയ്ത്തുകാലം. അതിനാൽ തന്നെ സമൃദ്ധിയും സന്തോഷവും എങ്ങും നിറഞ്ഞു നിൽക്കുന്ന കാലമാണിത്. അങ്ങനെ ഈ സമയത്തുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ ബന്ധപ്പെടുത്തി ഒരു ശൈലി തന്നെ മലയാളിക്ക് കിട്ടി. മകം പിറന്ന മങ്ക, പൂരം പിറന്ന പുരുഷൻ. എന്താണ് ഞാറ്റുവേല എന്ന് നോക്കാം. ഉദാഹരണത്തിന്, ഒരു ദിവസം സൂര്യനോടൊപ്പം രാവിലെ അശ്വതി നക്ഷത്രഗണം ഉദിക്കുന്നു എന്ന് കരുതുക. അന്നാണ് അശ്വതി ഞാറ്റുവേലയുടെ തുടക്കം. അന്നേ ദിവസം സൂര്യനും അശ്വതിയും ഒന്നിച്ച് അസ്തമിക്കുകയും ചെയ്യും. അടുത്ത ദിവസം സൂര്യനേക്കാൾ 4 മിനിറ്റ് നേരത്തെ അശ്വതി ഉദിക്കും. തൊട്ടടുത്ത നാൾ 8 മിനിറ്റ് മുമ്പേ. അങ്ങനെ അതായത് നക്ഷത്രം ഒരു ദിവസം 1 ഡിഗ്രി വെച്ച് സൂര്യനിൽ നിന്ന് അകന്നു പോകും. സൂര്യൻ ഏതാണ്ട് 2 ആഴ്ച വേണം ഇങ്ങനെ അശ്വതി നാളിലൂടെ സഞ്ചരിക്കാൻ. അതാണ് 13.3 ഡിഗ്രി പിന്നിടാൻ. അതോടെ അശ്വതി ഞാറ്റുവേല കഴിഞ്ഞു. ഇനി ഭരണി, അത് കഴിഞ്ഞാൽ കാർത്തിക. അങ്ങനെ 27 നക്ഷത്രങ്ങളിലൂടെ സൂര്യൻ സഞ്ചരിച്ച് കൃത്യം 1 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും അശ്വതിയിലെത്തും. ഇതിനെയാണ് ഞാറ്റുവേല, ജ്യോതിഷ ഭാഷയിൽ സൂര്യൻ്റെ നക്ഷത്രചാരം എന്നും പറയും. സൂര്യനെ പോലെ മറ്റു ഗ്രഹങ്ങൾക്കും നക്ഷത്രചാരമുണ്ടെങ്കിലും അവയ്ക്ക് കൃഷിയുമായും കാലാവസ്ഥയുമായും ബന്ധമില്ല. നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും കൂട്ടുപിടിച്ചായിരുന്നു പ്രാചീന കാലത്ത് കാലഗണന നടന്നു വന്നത്. ചന്ദ്രന്റെ വൃത്തിക്ഷയങ്ങൾ അടിസ്ഥാനമാക്കിയ ചാന്ദ്ര കലണ്ടർ പിന്തുടർന്നായിരുന്നു കൃഷി അടക്കമുള്ള കാര്യങ്ങൾ നടത്തി വന്നത്. എന്നാൽ ചാന്ദ്രവർഷം അടിസ്ഥാനമാക്കി എടുക്കുമ്പോൾ ഞാറ്റുവേലയുടെ സമയക്രമത്തിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് പ്രാചീനർ കണ്ടെത്തി. ഇതിൽ നിന്നാണ് സൂര്യനെ ആധാരമാക്കിയുള്ള കാലഗണനാ സമ്പ്രദായം ആരംഭിക്കുന്നത്. സൂര്യൻ ഭൂമിയെ ചുറ്റുന്നു എന്ന സിദ്ധാന്തത്തിൽ നിന്നാണ് പുതിയ കാലഗണനാ സമ്പ്രദായം വരുന്നത്. ഭൂമിക്ക് ചുറ്റുമുള്ള സൂര്യൻ്റെ സഞ്ചാരപഥത്തിന് ക്രാന്തിവൃത്തം എന്നാണ് പേർ. ഈ സാങ്കല്പിക പാതയ്ക്ക് ഇരുവശവുമായി ആകാശത്തിൽ 18 ഡിഗ്രി വീതിയിലുള്ള ഒരു സാങ്കല്പിക നാട ഉണ്ടാക്കി. ഇതാണ് രാശിചക്രം. ഇതിനെ 12 തുല്യ ഭാഗങ്ങളാക്കുമ്പോൾ ലഭിക്കുന്നതാണ് 12 രാശികൾ. നേരത്തെ നാളുകൾക്ക് പേരിട്ട അതേ രീതിയിലാണ് രാശികൾക്കും പേര് നൽകിയത്. 30 ഡിഗ്രിയാണ് ഒരു രാശി. ഇതിനുള്ളിൽ വരുന്ന നക്ഷത്രങ്ങളെ യോജിപ്പിച്ച് കിട്ടുന്ന രൂപങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു രാശികൾക്ക് പേരിട്ടത്. മേടത്തിന് ആ പേർ കിട്ടിയത് എങ്ങനെയെന്നറിയാമോ? ആ രാശിയിലെ നക്ഷത്രങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുമ്പോൾ ചെമ്മരിയാടിൻ്റെ രൂപം കിട്ടും. സംസ്കൃതത്തിൽ ചെമ്മരിയാട് മേഷമാണ്, മലയാളത്തിൽ അത് മേടമായി. ചിങ്ങം സിംഹത്തിൻ്റെ രൂപവും വൃശ്ചികത്തിന് തേളിൻ്റെ രൂപവും 2 മീനുകളുടെ രാശി മീനവും ആയി മാറി. ഈ രൂപങ്ങളെല്ലാം പ്രാചീന ബാബിലോണിയക്കാരുടെ സംഭാവനയാണെന്നാണ് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. സൂര്യന് ഒരു രാശിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ട സമയമാണ് 1 മാസം. അഥവാ 12 മാസം കൊണ്ട് സൂര്യൻ 12 രാശികളിലൂടെ സഞ്ചരിക്കുന്നു എന്നാണ് അർത്ഥം. സൂര്യൻ ഒരു രാശിയിൽ 1 മാസക്കാലം ഉണ്ടാവുമല്ലോ. അതിനാൽ ആ മാസത്തിന് ആ രാശിയുടെ പേര് തന്നെ നൽകി. ചിങ്ങം, കന്നി, തുലാം എന്നിങ്ങനെ സൂര്യൻ്റെ സഞ്ചാരപാതയും ദീർഘവൃത്താകൃതിയിലായതിനാലാണ് മാസങ്ങളുടെ ദൈർഘ്യത്തിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാവുന്നത്. ചില രാശികൾ കടക്കാൻ സൂര്യന് കൂടുതൽ സമയം വേണ്ടിവരും. അതിനാൽ മിഥുനവും കർക്കടകവും 32 ദിവസങ്ങളുള്ള മാസങ്ങളായി. നക്ഷത്രഗണങ്ങളുടെ ആകൃതിക്കനുസരിച്ചാണ് മാസങ്ങൾക്ക് പേർ നൽകിയതെന്ന് ആദ്യമേ പറഞ്ഞല്ലോ. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോഴാണ് നക്ഷത്രങ്ങൾക്ക് ഓരോ സാങ്കല്പിക രൂപം കിട്ടുന്നത്. സിംഹത്തെപ്പോലുള്ള ഗണത്തിന് ചിങ്ങം എന്ന പേര് കിട്ടി. അങ്ങനെ ആ മാസം ചിങ്ങമാസമായി. അല്ലാതെ ചിങ്ങത്തിൽ ജനിച്ച കുഞ്ഞിന് സിംഹത്തെപ്പോലെ ശൗര്യമുണ്ടാകുമെന്ന് അർത്ഥമില്ല. ആകാശത്ത് ഈ നക്ഷത്രങ്ങൾ തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. പല പല അകലങ്ങളിൽ കിടക്കുന്ന നക്ഷത്രങ്ങളാണ്. നമുക്ക് നോക്കുമ്പോൾ ഒരു രൂപമായിട്ട് തോന്നുന്നതാണ്. അതുപോലെ വൃശ്ചികത്തിൽ ജനിക്കുന്ന ഒരു കുഞ്ഞിന് വിഷസ്വഭാവം ഉണ്ടാകുക, അതിൻ്റെ ക്യാരക്ടർ മോശമാകുക എന്നൊക്കെ പറയുന്നത് തികച്ചും അശാസ്ത്രീയമായ ധാരണയാണ്. ഒരു കാലത്ത് അതിനെക്കുറിച്ച് അറിയാതിരുന്നൊരു കാലത്ത് ഉണ്ടായ തെറ്റായ ധാരണയാണ്. വാച്ചും കലണ്ടറുമെല്ലാം കണ്ടെത്തുന്നതിന് മുമ്പാണ് ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കി കാലഗണന ആരംഭിക്കുന്നത്. ആകാശത്തെ ഒരു വൻ ക്ലോക്കായി പരിഗണിച്ചാണ് ഇത് സാധ്യമായത്.
നേരത്തെ പറഞ്ഞ രാശിചക്രമാണ് ഈ സാങ്കല്പിക ക്ലോക്കിന്റെ ഡയൽ. ഈ ഡയലിലൂടെ സൂര്യനും ചന്ദ്രനും അടക്കമുള്ള 9 ഗോളങ്ങൾ കടന്നു പോകാനെടുക്കുന്ന സമയത്തെ അടിസ്ഥാനമാക്കിയാണ് കാലഗണന. ഓരോ ദിവസത്തെയും ഗ്രഹനില അടിസ്ഥാനമാക്കിയാണ് പ്രായം ഗണിക്കുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തെ ഗ്രഹനില ഒരു പഞ്ചാംഗത്തിൽ നിന്ന് ലഭ്യമാകും. നേരത്തെ പറഞ്ഞ ആകാശ ഡയലിനെ ചതുരത്തിലാക്കിയാണ് ഗ്രഹനില അടയാളപ്പെടുത്തി വരുന്നത്. ജ്യോതിശാസ്ത്രം ഉപയോഗിച്ച് കാലഗണനയും ഗ്രഹനിലയും പ്രായവും കുറിക്കാൻ പഠിച്ചതോടെയാണ് ഗ്രഹങ്ങൾക്ക് മനുഷ്യന്റെ ഭാവിയുമായി ബന്ധമുണ്ടെന്ന പ്രചരണം വന്നത്. ഇതിന് പ്രധാന കാരണം ഗ്രഹങ്ങൾ ദൈവങ്ങളാണെന്ന സങ്കല്പമാണ്. ഫലഭാഗ ജ്യോതിഷം ജ്യോതിശാസ്ത്രത്തെക്കാൾ പ്രചാരം നേടുന്നത് പെട്ടെന്നാണ്. അറിവ് ഒരു കൂട്ടരുടെ കയ്യിൽ മാത്രം കേന്ദ്രീകരിച്ചതാണ് ഇതിനുള്ള പ്രധാന കാരണം. ഞാറ്റുവേലയും കാലാവസ്ഥാ വ്യതിയാനങ്ങളും പറഞ്ഞുകൊടുത്തതും കുഞ്ഞുങ്ങളുടെ ഗ്രഹനില കുറിച്ചതും പ്രായം പറഞ്ഞുകൊടുത്തതുമൊക്കെ ഈ പുരോഹിതരെ ദൈവജ്ഞരാക്കി മാറ്റി. തുടർന്നാണ് ഫലഭാഗ ജ്യോതിഷം ഉടലെടുക്കുന്നത്. ഫലഭാഗത്തിന് ഏറ്റവും കൂടുതൽ സ്വീകാര്യതയും ഭദ്രതയും കിട്ടിയത് ഇന്ത്യയിലാണ്. അന്ധവിശ്വാസങ്ങളും അവയെ ഉറപ്പിച്ചു നിർത്താൻ പുരാണ ഇതിഹാസങ്ങളെ കൂട്ടുപിടിച്ചുണ്ടാക്കിയ കഥകളും ഇതിന് കൂടുതൽ ഉറപ്പേകി. അങ്ങനെ മനുഷ്യന്റെ ഭാവി നിർണ്ണയിക്കുന്നത് ഗ്രഹങ്ങളും മറ്റാകാശഗോളങ്ങളും ആണെന്നുള്ള വിശ്വാസം പരക്കെ പടർന്നു. ഇതിലേറ്റവും പരിചിതമായ പദം ചൊവ്വാദോഷം തന്നെ. കുഞ്ഞിന്റെ ഭാവിയും വിവാഹ ജീവിതവും ചൊവ്വ താറുമാറാക്കുമെന്നാണ് ജ്യോത്സ്യന്മാരുടെ വാദം. ഒരു കുഞ്ഞിന്റെ ലഗ്നരാശിയിൽ നിന്ന് 7-ലോ 8-ലോ ചൊവ്വ നിന്നാൽ ആ കുഞ്ഞിന് ചൊവ്വാദോഷമുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. പക്ഷെ എന്താണ് വസ്തുത? ഒരു കുഞ്ഞ് ജനിക്കുമ്പം 7-ാം രാശിയിൽ, അസ്തമിക്കുന്ന രാശിയിൽ ചൊവ്വയുണ്ട് എന്നാണ് അതിനർത്ഥം. യഥാർത്ഥത്തിൽ ഇത് അർത്ഥഹീനമാണെന്ന് നമുക്കറിയാം. കാരണം ചൊവ്വ ഒരു ചെറിയ ഗ്രഹമാണ്. ഭൂമിയുടെ 10-1 മാത്രം വലിപ്പമുള്ള ഒരു ഗ്രഹമാണ്. അതിന് ചുവപ്പ് നിറം ഉണ്ട്. ചുവപ്പ് നിറത്തിന് കാരണം അതിൻ്റെ ഈ ഉപരിതലത്തിൽ ഇരുമ്പിൻ്റെ ഓക്സൈഡുകളുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ കാരണം അറിയാതിരുന്ന കാലത്ത് അതിനെ യുദ്ധദേവനായിട്ടും ക്രൂരനായിട്ടും ഒക്കെയാണ് ചിത്രീകരിച്ചത്. ഇങ്ങനെ ഒരു ക്രൂരഗ്രഹം ഒരു കുഞ്ഞ് ജനിക്കുമ്പം അസ്തമിക്കുന്ന രാശിയിൽ നിൽക്കുന്നത് ദോഷമാണ് എന്ന് ജ്യോതിഷികൾ വരുത്തി തീർത്തതാണ്. അല്ലാതെ ചൊവ്വ 7-ൽ നിന്നതുകൊണ്ടോ 8-ൽ നിന്നതുകൊണ്ടോ കുഞ്ഞിനൊന്നും തന്നെ സംഭവിക്കാനില്ല. തികച്ചും അശാസ്ത്രീയമായ ഒരു ആശയം. ഇതോടൊപ്പം തന്നെ നിലനിൽക്കുന്നതാണ് ഗ്രഹണവുമായി ബന്ധപ്പെട്ട അജ്ഞത. ഗ്രഹണ സമയത്ത് ഇരുട്ട് പരക്കുന്നത് കൊണ്ട് ചില രോഗാണുക്കൾ പെരുകുമെന്നും അതിനാൽ ആ സമയത്ത് പുറത്തിറങ്ങുകയോ ഭക്ഷണം കഴിക്കുകയോ പാടില്ലെന്നുമാണ് പരക്കെയുള്ള പ്രചരണം. എങ്ങനെയാണ് ഗ്രഹണം സംഭവിക്കുന്നതെന്ന് നോക്കാം. സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നിവ നേർരേഖയിൽ വരുമ്പോഴാണ് ഗ്രഹണമുണ്ടാവുക. സൂര്യന്റെ സഞ്ചാരപാതയും ചന്ദ്രപഥവും തമ്മിൽ 5 ഡിഗ്രിയോളം ചെരിവുള്ളതിനാൽ ഗ്രഹണം സർവ്വസാധാരണമല്ല. സൂര്യചാന്ദ്രപഥങ്ങൾ പരസ്പരം മുറിച്ചു കടക്കുന്ന സാങ്കല്പിക ബിന്ദുക്കളുണ്ട്, രാഹുവും കേതുവും. സൂര്യൻ രാഹുവിലും ചന്ദ്രൻ കേതുവിലും ആണെന്ന് സങ്കല്പിക്കുക. ഭൂമി നടുക്ക്. അപ്പോൾ ഭൂമി കാരണം സൂര്യപ്രകാശം ചന്ദ്രനിലെത്തില്ല. ഇതാണ് ചന്ദ്രഗ്രഹണം. സൂര്യനും ചന്ദ്രനും ഒരേ സമയം രാഹുവിൽ എത്തിയെന്നിരിക്കട്ടെ. അപ്പോൾ ചന്ദ്രൻ മറയ്ക്കുന്നത് കാരണം സൂര്യപ്രകാശം ഭൂമിയിലെത്തില്ല. ഇതാണ് സൂര്യഗ്രഹണം. ഇതിലെവിടെയാണ് വിഷാണുക്കൾ പടരുന്നത്? യഥാർത്ഥത്തിൽ നമുക്കറിയാം, ഒരു വിഷാണുവും ആ സമയത്ത് പ്രത്യേകിച്ച് പരക്കാനില്ല. ചന്ദ്രൻ സൂര്യനെ ഒന്ന് മറയ്ക്കുക മാത്രമാണ് ഗ്രഹണ സമയത്ത് ചെയ്യുന്നത്. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നമ്മൾ നിന്നാൽ സംഭവിക്കുന്ന അതേ സംഭവം, പക്ഷേ കൂടുതൽ വിസ്തൃതമായ ഒരു മേഖലയിലെ മനുഷ്യർക്കത് അനുഭവപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഗ്രഹണ സമയത്ത് പോലും സൂര്യനെ നോക്കുന്നതിൽ ആപത്തുണ്ട്. സൂര്യൻ്റെ കൊറോണയിൽ നിന്ന് ഇൻഫ്രാറെഡ് കിരണങ്ങളും അൾട്രാവയലറ്റ് കിരണങ്ങളും ഒക്കെ വരുന്നുണ്ട്. അത് അപകടം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നിരീക്ഷിക്കാതിരിക്കാൻ വേണ്ടി പണ്ട് കാലത്തുണ്ടാക്കിയ ഒരു സംവിധാനമായിരിക്കണം ആ സമയത്ത് പുറത്തിറങ്ങരുത് എന്നുള്ളത്. അത് പക്ഷേ പിന്നീട് അന്ധവിശ്വാസങ്ങളായി മാറുകയാണ് ഉണ്ടായത്. ആകാശക്കാഴ്ചയുടെ ഈ വിസ്മയങ്ങൾ തന്നെയാണ് പങ്കുവയ്ക്കാനും പകരാനുമുള്ളത്. ഇനി പഠിക്കാം, തിരിച്ചറിയാം, നെല്ലും പതിരും വേർതിരിച്ചെടുക്കാം.